ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ വിയേർഡായിട്ടുള്ളൊരു ഒരു 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 കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിൽ എൻ്റെ ചോദ്യം ഇതാണ്. ഇത് എനിക്കും കൂടി വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്പ്രെഡാണ്. ഓക്കെ, അപ്പോൾ എനിക്കും കൂടി ഒരു ക്ലാരിറ്റി വേണം. അതുകൊണ്ട് എനിക്കും കൂടി വേണ്ടി എടുക്കുന്ന ഒരു സ്പ്രെഡാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ, അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നല്ല, മറ്റുള്ളവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ ജീവിതത്തിനെ ഇപ്പോൾ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു 10 കാർഡ് സ്പ്രെഡ് പ്ലസ് ബോട്ടം ഓഫ് ദ ഡെക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നെഗറ്റീവ് എനർജിയുടെ കാർഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ബോഡിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവായിട്ടിരിക്കണം. 3 ഓഫ് കപ്സ് ജമ്പിങ് കാർഡാണ്. ഞാൻ എടുക്കുന്നില്ല ജമ്പിങ് കാർഡ്. ഓക്കെ, നോക്കാം. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ക്വീൻ ഓഫ് വാണ്ട്സ്, the Fool, 3 of Cups, 6 of Wands, 9 of Pentacles, 10 of Cups, Empress, 4 of Pentacles, the Tower ആൻഡ് ദ മൂൺ. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഓരോ കാർഡും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി, നിങ്ങളുടെ കരിയറിൽ, അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, ഓക്കെ, അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ക്ലാരിറ്റി എടുത്ത് നോക്കാം. ബിക്കോസ് നെഗറ്റീവ് എനർജി ഏത് മേഖലയിലാണ് ബാധിച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്ന ലൈഫിൽ നിന്ന് നിങ്ങളൊരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലെ അടുത്ത സ്റ്റേജിലേക്ക് കടന്നിട്ടുള്ളവരാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ അത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ലൈഫിൽ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ടാരോ കാണുന്നോ അതിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെ, 10 ഓഫ് പെൻറ്റക്കിൾസ് ഫാമിലി ലൈഫിൽ മൂന്നാമതൊരാളായിട്ട് വന്നിട്ടുണ്ട്. അവിടെ സൺ കാർഡാണ്, നോ പ്രോബ്ലം. അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് കാണുന്നില്ല. ഫുൾ കാർഡ് നമുക്ക് ഹെൽത്ത് വൈസ് നോക്കാം. ഫുൾ കാർഡ് ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഫുൾ കാർഡ് നെഗറ്റീവ് എനർജി ഉള്ള ഹെൽത്തായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ? 8 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളതിൽ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ 4 ഓഫ് സോർഡ്സ്, നിങ്ങൾക്ക് ഇപ്പോൾ അസുഖം ബാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശാരീരികമായിട്ട് അസുഖമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സർജറി എടുത്ത് റെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എനർജി ഇതിനകത്തുണ്ട്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ 4 ഓഫ് സോർഡ്സ് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് ഉറങ്ങണം. നിങ്ങളുടെ ഹെൽത്ത് ശരിക്കും ഒരു റെസ്റ്റ് ആവശ്യമുള്ള സമയമാണിപ്പോൾ ഹെൽത്തിന് കേട്ടോ. അതുപോലെ 3 ഓഫ് കപ്സ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ? 3 ഓഫ് കപ്സ് നിങ്ങളുടെ 3 ഓഫ് കപ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ? മജീഷ്യൻ്റെ എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു മജീഷ്യൻ്റെ എനർജി, ഇവിടെ ഒരു സ്പെൽ വർക്ക് പോലെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുക. അവിടെ ഒരു ജസ്റ്റിസിൻ്റെ കാർഡ്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാത്തൊരു അവസ്ഥയാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാവാം.
അവിടെ ഒരു മജീഷ്യൻ എനർജിയാണ്. അവിടെ ഇത് കാരണവും ഈ ഫ്രണ്ട്ഷിപ്പ് കാരണവും ചിലപ്പോൾ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ വിചാരിച്ച ആളുകൾ മൂലവും ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം, നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്ത നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ? 6 ഓഫ് വാൺസിന് ക്ലാരിറ്റി, 6 ഓഫ് വാൺസ് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ 10 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളെ ഓവർ ബേർഡൻഡ് ആയിട്ട് നിങ്ങൾ പ്രശസ്തരായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ മികച്ച ജോലി, നന്നായിട്ട് ജോലി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 10 ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ജോലി സ്ഥലം ഏത് തന്നെ ആയാലും അതൊരു കാർമിക് പ്ലേസ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. അതായത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ കാർമിക് പാർട്ട്നേഴ്സ്, മുൻജന്മങ്ങളിൽ നിങ്ങളോട് കാർമിക് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ അതൊരു കാർമിക് സൈക്കിളാണ് നിങ്ങളുടെ ജോലി സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. 10 ഓഫ് വാൺസ് ആണ്. അവിടെ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ടാവും, ഓവർ ബേർഡൻഡ് ആയിരിക്കാം. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10 ഓഫ് വാൺസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു കാർമിക് പ്ലേസ് ആണ് നിങ്ങളുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങളുടെ പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് നോക്കാം. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ? ഫിനാൻഷ്യലി നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ? ഹീറോഫൻറ്റും 6 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ ഹീറോഫൻറ്റും 6 ഓഫ് പെൻറ്റക്കിൾസും വരുമ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ബെറ്റർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് പണം വന്നിട്ടുണ്ടാവാം, നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഹീറോഫൻറ്റിൻ്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ സമൂഹത്തെ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഏണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഭയത്തോടു കൂടിയായിരിക്കും അത് ചെയ്യുന്നത്. മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നോർത്തിട്ട് ഒരു ഭയത്തോടു കൂടിയായിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. അതുപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് അധികം നല്ല വരുമാനം കിട്ടുന്നുണ്ടാകും. അവിടെ നിങ്ങൾ ജനറസ് ആവണം എന്ന് പറയുന്നുണ്ട്. അവിടെ മറ്റുള്ളവർക്കും കൂടെ സഹായം നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം അല്ലെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചിട്ട് നിങ്ങൾ അർഹതപ്പെട്ട ആളുകളിലേക്കും കൂടി അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ പെൻറ്റക്കിൾസ് ഏൺ ചെയ്യുന്നതിൽ കുറച്ച് പേർക്ക് എക്സ്ട്രാ ഏണിങ്സ് വരുന്നതായിരിക്കാം ആ പറയുന്നത്. അത് ഒരു സമൂഹത്തെ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അടുത്തത് 10 ഓഫ് കപ്സ് ആണ്. ഫാമിലി നോക്കാം. ഫാമിലി ലൈഫിൽ നിങ്ങൾ 7 ഓഫ് സോഡ്സ്, അവിടെ ഒരു ചതി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി ലൈഫിൽ 7 ഓഫ് സോഡും 9 ഓഫ് സോഡ്സും ആണ്. ഇവിടെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയുണ്ട്, 7 ഓഫ് സോഡ്സ് ഉണ്ട്. അത് ചിലപ്പോൾ 7 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് പരിഗണന കിട്ടാത്തൊരു അവസ്ഥയായിരിക്കാനാണ് സാധ്യത. അതായത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് ചിലപ്പോൾ നിങ്ങൾ വേണ്ടുന്ന പരിഗണന കൊടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അയാളുടെ സ്വാർത്ഥതയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷമോ പരിഗണനയോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഒരു 7 ഓഫ് സോഡ് ആയിട്ട് ഒരു ചതി പോലെ തോന്നുന്നത്. അതായത് നിങ്ങൾ എന്ത് പ്രതീക്ഷയാണോ നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് വന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതാണ് അവിടെ 7 ഓഫ് സോഡ് കാണിക്കുന്നത്. ഇതിൻ്റെ ക്ലാസിക് പേജിൽ നമ്മൾ കാണുന്നത് ഒരാൾ മറ്റൊരാളുടെ ഒരു പാളയം, അതായത് യുദ്ധപ്പാളയത്തിൽ കടന്നിട്ട് അവിടെ നിന്ന് അവരുടെ വാളുകൾ മോഷ്ടിച്ച് കടന്നു കളയുന്നതാണ്. അതായത് നമ്മുടെ എല്ലാം സ്വന്തമാക്കിയിട്ട് നമ്മുടെ പാർട്ട്ണർ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളായാലും ഞാനായാലും ഇനി എൻ്റെ പാർട്ട്ണറായാലും നിങ്ങളുടെ പാർട്ട്ണറായാലും ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെ പരിഗണിക്കാത്തതാവാം, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പരിഗണിക്കാത്തതാവാം. അതായത് ഒരാൾ സ്വാർത്ഥത കാണിക്കുമ്പോൾ മറ്റേ ആൾ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് 7 ഓഫ് സോഡ്സ് പറയുന്നത്. അതുപോലെ 9 ഓഫ് സോഡ്സ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല. 9 ഓഫ് സോഡ്സ് മാനസികമായ പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അടുത്തത് എംപ്രസ്. നിങ്ങൾ എന്ന വ്യക്തിയെ ആളുകൾ കാണുമ്പോൾ കണ്ണിടുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ നിങ്ങൾ എന്ന വ്യക്തിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ ആരെങ്കിലും നെഗറ്റീവ് എനർജി ഇടുന്നുണ്ടോ? നെഗറ്റീവ് എനർജി നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിൽ നെഗറ്റീവ് എനർജി വരുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ? കിങ് ഓഫ് വാൺസും
ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഇല്ല, അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അതായത് നിങ്ങളുടെ പാഷൻ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യത്തിനോടായിരിക്കും താല്പര്യം, കുറേ നാൾ അതിങ്ങനെ കൊണ്ടു നടക്കും. അതിനുശേഷം നിങ്ങൾ അടുത്തതിലേക്ക് പോകും, അവിടെ കുറേ നാൾ സ്പെൻഡ് ചെയ്യും, അതിൽ കുറേ വിജയം വരിക്കും, എന്നിട്ട് നിങ്ങൾ അടുത്തതിലേക്ക് പോകും. അപ്പം നിങ്ങളിങ്ങനെ പാഷൻ പലതായിട്ട് പല കാലങ്ങളിൽ പല പല പാഷൻസ് കൊണ്ടു നടന്നിട്ടുള്ള ഒരാളായിരിക്കും. ഒരു ബേസിക് പാഷൻ ഉണ്ടായിരിക്കും, പക്ഷേ അതിലും നിങ്ങൾ സ്റ്റിക്ക് ചെയ്യത്തില്ല. നിങ്ങൾ പല പല പാഷൻസിലൂടെ ചാടി നടക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഈ പറഞ്ഞ എല്ലാ മേഖലയിൽ നിന്നും നിങ്ങൾ പണം ഏൺ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നേടിയിട്ടുണ്ടാവില്ല. അതാണ് നിങ്ങളുടെ ആസ് എ പേഴ്സൺ പറയുവാണെങ്കിൽ. പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി പാഷൻസ് ഉള്ള ആളാണ്, അതിനെല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള ആളാണ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നോക്കുന്ന ആളാണ്. അവിടെ എല്ലാം പണം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവത്തില്ല. അടുത്തത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ? 2 കാർഡ് തന്നെ വന്നു. ഒന്ന് 10 ഓഫ് സോഡ്സ് ആണ്, രണ്ടാമത്തത് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് വ്യക്തിബന്ധം എന്ന് പറയുമ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ അഴിച്ച് എന്താ വെച്ചാൽ എല്ലാവരിലേക്കും നിങ്ങളിങ്ങനെ അമിതമായി ഇറങ്ങി പോകുന്ന ആളാണെങ്കിൽ അത് ചെയ്യരുത്, നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഒരു പേജ് ഓഫ് കപ്സിന് എനർജിയാണ്. നിങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാതെ അവരോട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വളരെ കൂളായിട്ട് ഇടപെടുന്ന ഒരു ആളായിരിക്കും. നിങ്ങളൊന്നും വിചാരിച്ചിട്ടാവില്ല ആളുകളോട് പോയി സംസാരിക്കുന്നത്, പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അവിടെ നിന്നെല്ലാം മിക്കവാറും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം ഉണ്ടായി നിങ്ങൾ വീണ് പോകാൻ സാധ്യതയുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ അങ്ങനെ പോകേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കണം, നിങ്ങൾ അങ്ങനെ ആളുകളിലേക്ക് അധികം ഇറങ്ങി പോകരുതെന്നാണ് പറയുന്നത്. അവിടെയും പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജീസ് കാണുന്നില്ല. നെക്സ്റ്റ് ടവറും അതുപോലെ മൂൺ എനർജിയാണ്. അതായത് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സ്വഭാവത്തിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ 2 കാർഡും നമുക്ക് സിംഗിളായിട്ട് പരിഗണിക്കാം. കാരണം 2 സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ടവർ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ അതും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരിക്കും. ഭയങ്കരമായ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ പോലും ആ ദേഷ്യമൊക്കെ നിങ്ങൾ വെച്ചേക്കുന്ന എന്തോ ഒരു സഫോക്കേഷനെ നിങ്ങൾ പുറത്ത് റിലീസ് ചെയ്യുന്നത് ദേഷ്യത്തിലൂടെ ആയിരിക്കും. അതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര ഡിപ്രഷനുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണോ? ഈ സ്വഭാവം കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 1, 2 ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ ഈ ദേഷ്യം കാരണം നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവും. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഈ ദേഷ്യം കാരണം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരോട് നിങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കൂളാവും, നിങ്ങൾ പിന്നെ അവരോട് പുതിയൊരു സ്നേഹത്തിലായിരിക്കും പെരുമാറുന്നത്. പക്ഷേ അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വല്ലാത്ത വൈരാഗ്യവും ദേഷ്യവും ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ ഡിപ്രഷന് കാരണം നെഗറ്റീവ് എനർജി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്രഷൻ കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 6 ഓഫ് കപ്സും 2 ഓഫ് കപ്സും ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഡിപ്രഷന് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. അതായത് ഡിപ്രഷന് കാരണം എന്ന് പറയുമ്പോൾ തന്നെ 6 ഓഫ് കപ്സും 2 ഓഫ് കപ്സും വരുമ്പോൾ നിങ്ങളുടെ ഈ ഡിപ്രഷന് കാരണം നിങ്ങൾ വളരെ അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ വളരെ സട്ടിലായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ്, മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ കൂടെ പഠിച്ച ആളാവാം, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാവാം, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് സ്കൂൾമേറ്റ്സ് ഒക്കെ ആവാം, അതുപോലെ നിങ്ങളുടെ നെയ്ബർ ആകാം. അങ്ങനെയുള്ള ആളുകളുമായിട്ടായിരിക്കും ചിലപ്പം ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോങ് ടേമിലുള്ള റിലേഷൻഷിപ്പുകളാകാം. അപ്പോൾ ആ റിലേഷൻഷിപ്പുകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നത്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഡിപ്രഷൻ വരുന്നത്. അതുപോലെ 2 ഓഫ് കപ്സ്, നിങ്ങളിപ്പോഴും അതിനെ വെയിറ്റ് ചെയ്യുന്നൊന്ന് കാണുന്നുണ്ട്. 2 ഓഫ് കപ്സ് മൂൺ എനർജിയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡിപ്രഷന് കാരണം ഈ 2 ഓഫ് കപ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ 2 ഓഫ് കപ്സും 6 ഓഫ് കപ്സും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഡിപ്രഷൻ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുള്ളതായിട്ട് കാണുന്നത് ഫ്രണ്ട്ഷിപ്പിലാണ്. അതായത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ
നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവിടെ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ അപ്പം നമുക്കത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കാം. ഉണ്ട് എന്ന് കണ്ടിട്ട് പോയാൽ പോരല്ലോ, അതിന് എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾക്ക് ഒരു മജീഷ്യൻ്റെ കാർഡ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒരു സ്പെൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് അവിടെ. ഒരു പൂജയോ നിങ്ങൾക്കെതിരെ ആയിരിക്കാം, ഒരു പൂജ പോലെ എന്തോ ചെയ്തിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ക്ലാരിറ്റി എടുക്കാം. അതിപ്പോൾ ഈ 2 ഡെക്കിൽ നിന്ന് എടുത്തല്ല, അപ്പോൾ വേറൊരു ഡെക്കിൽ നിന്ന് എടുക്കാം, വേറൊരു ഡെക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 3 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പാണ്, നിങ്ങളുടെ ലൈഫിലെ സെലിബ്രേഷൻസ് ആണ്. അതിൽ ഒരു മജീഷ്യൻ്റെ കാർഡും ജസ്റ്റിസിൻ്റെ കാർഡും, അവിടെ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് ക്ലാരിറ്റി നോക്കാം. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഉള്ളത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളിലാണ് കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിലാണ്. അതായത് നിങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾ സുഹൃത്ത് എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുള്ളത്. മജീഷ്യൻ്റെ കാർഡാണ്, മാജിക് സ്പെല്ലുകൾ വർക്കായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നോക്കാം എന്തുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. 9 ഓഫ് വാണ്ട്സ്, സ്റ്റാർ. ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള ഭയം കൊണ്ടാണ്. നിങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ അവർക്ക് ഭയമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആ ടവറൊക്കെ വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടതുപോലെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടാവും, അത് കഴിയുമ്പോൾ നിങ്ങളത് വിട്ട് കളയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് നിങ്ങളെ ഭയമാണ്. ആ ഭയം കൊണ്ട് അവർ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. 9 ഓഫ് വാണ്ട്സ് ആണ്. ഓക്കെ, നിങ്ങളത് അറിയുന്നുണ്ടാവാൻ സാധ്യതയില്ല, കാരണം സ്റ്റാർ കാർഡാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കത് അറിയുന്നുണ്ടാകാൻ സാധ്യതയില്ല. അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞു, നിങ്ങൾ കാഷ്വലായിട്ടായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ അവിടെ നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല, ജസ്റ്റിസ് ഇല്ല എന്നാണ് കാണുന്നത്. അവിടെ ഹെർമിറ്റാണ്, കണ്ടോ, അവിടെ സ്റ്റക്ക് എനർജി 3 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കെതിരെ ഗോസിപ്പിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ നിങ്ങളറിയാതെ ഗോസിപ്പിംഗ് നടക്കുന്നുണ്ട്. മൂന്നാമത് ആളുകൾ, മറ്റുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ അവിടെ നിങ്ങൾക്കെതിരെ സംഘടിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഹെർമിറ്റ് വന്നിരിക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് ഹെർമിറ്റ് വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്സും ഹീറോഫിൻ്റും ആണ്. ഓക്കെ, ഇത് 7 ഓഫ് കപ്സ് ആണ്. ഒന്നിലധികം കാര്യങ്ങൾ കൊണ്ട് അവിടെ ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ കൊണ്ട് സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ട്. അതുപോലെ ഹീറോഫിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണനകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കുള്ള അസൂയയോ ദേഷ്യമോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവർ ആഗ്രഹിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. ഹീറോഫിൻ്റെ കാർഡ്, അവർക്ക് നിങ്ങളുടെ പബ്ലിക് റെക്കഗ്നേഷൻ ചിലപ്പോൾ പേടിയായിരിക്കും, അതായിരിക്കാം. 3 ഓഫ് പെന്റക്കിൾസ് ക്ലാരിറ്റി എടുക്കുമ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസും 6 ഓഫ് പെന്റക്കിൾസും ആണ് വരുന്നത്. അതായത് പരിഗണന അർഹതയില്ലാത്തവർക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ദേഷ്യം. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നൊരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ അവർക്കത് വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ പരിഗണിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് അതിനെതിരെ ഗോസിപ്പിംഗ് നടത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. നിങ്ങൾ അതിനെ കണ്ടില്ലെന്ന് അടിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവത്തുള്ളൂ എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ആളുകളെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട് സർക്കിൾ ഉള്ളവരാണ്, വീടിന് ചുറ്റുമുള്ളവരാകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നവർ, കൂടെ വർക്ക് ചെയ്യുന്നവരാകാം, ആരും ആകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഇത് വർക്ക് പ്ലേസിലുള്ള കാര്യമാണെങ്കിൽ ഇവിടെ ഗോസിപ്പിങ്ങിൻ്റെ കാര്യം അത് തന്നെയാണ് കേട്ടോ. ഒരു ഹീറോഫിൻ്റെ കാർഡ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഗോസിപ്പിംഗ് നടക്കുന്നത്, കാരണം ഹീറോഫിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഇത് വർക്ക് പ്ലേസിലാണ്, വർക്ക് പ്ലേസിലെ പ്രശ്നമാണ്, വർക്ക് പ്ലേസിലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റിസും
9 ഓഫ് ഉണ്ട്, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ ഹീറോഫിനും വന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടായിരിക്കും അവിടെ ഗോസിപ്പിംഗ് നടക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രശ്നമുള്ള ആരോ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങൾക്കെതിരെ സ്പെല്ല് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നീതി കിട്ടിയിട്ടില്ല, നിങ്ങൾക്കെതിരെ അവിടെ എപ്പോഴും അവർ മറ്റ് പ്രവർത്തികളൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ഓക്കെ, എന്താണ് ഗൈഡൻസ് എന്നും കൂടെ നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, എന്താണ് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ്? എന്താണ് ഗൈഡൻസ് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് സോർഡ്സ്, 9 ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. പേജ് ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദ ഡെക്കിൽ പേജ് ഓഫ് കപ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളോട്, നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ഓർക്കാതെ ആയിരിക്കും ഈ ആളുകളുടെ അടുത്തേക്ക് പോകുന്നത്, സംസാരിക്കുന്നത്. പക്ഷേ അത് അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇനി മേലാൽ നിങ്ങൾ നിരുപാധികം ആളുകളിലേക്ക് പോകരുത്. നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങളിങ്ങനെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ എല്ലാവരോടും പോയി സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നിങ്ങളെ ഹീറോഫെൻ്റ്, അതായത് നിങ്ങളുടെ സ്വഭാവം ശരിയല്ല എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ കാഷ്വലായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ശൈലി അത് തന്നെയായിരിക്കും. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ ആൾ ശരിയല്ല എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കാൻ ഇവിടെ പറയുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നുണ്ട് നിങ്ങൾ കൺട്രോൾഡ് ആയിട്ട് നിൽക്കുക, നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത ആളുകളോട് ഇടപെടാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക, നിങ്ങൾ ആരോടും വഴക്കുണ്ടാക്കാനും ഒന്നിനും പോകരുത്, സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിൽക്കുക, നിങ്ങൾ ആരോടും അധികം ഇടപെടാനായിട്ട് പോകരുത്. അടുത്ത 6 ഓഫ് സോർഡ്സ്, നിങ്ങൾ ആദ്യം ടവർ കാർഡ് കണ്ടപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം പ്രശ്നം തീരുമായിരിക്കും. പക്ഷെ അത് വേണ്ട, നിങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന അസന്തുലിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പോയി പെടരുത്. അല്ലെങ്കിൽ പെട്ടാൽ തന്നെ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക, അതുപോലെ നിങ്ങളെ കൺട്രോൾ ചെയ്യുക, അതുപോലെ അവിടെ നിന്ന് മാറിപ്പോവുക. ഒരു ടർബുലൻ്റ് ആയ സാഹചര്യത്തിൽ നിങ്ങൾ പോയി നിൽക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകുക. നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ വല്ലതും വിളിച്ച് പറയും, അത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. ഓക്കെ, ആളുകളുടെ മനസ്സിലെ ചിന്തയാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി. ഓക്കെ, അടുത്ത 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അനങ്ങാതിരിക്കുക, കൈയും കെട്ടി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നാൽ മതി, നിങ്ങളൊന്നും പറയാൻ പോകണ്ട എന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം സൂക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ സ്വത്ത സൂക്ഷിക്കുക. നിങ്ങൾ ആരെയും വില വെക്കണ്ട. അതിൽ പെട്ടുപോകുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആരും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വത്ത മാത്രം സംരക്ഷിച്ച്, നിങ്ങളുടെ മൂല്യം മാത്രം സംരക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി നിൽക്കുക. മറ്റാർക്കും വേണ്ടി ഒന്നും പറയാനോ ഏറ്റുപിടിക്കാനോ ഒന്നും പോകരുത്. എന്ത് നെഗറ്റീവ് കണ്ടാലും നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയിക്കൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോകാനാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പോയി പിടിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിൽ അകമഴിഞ്ഞ് വിശ്വസിച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾ വിചാരിച്ചതുപോലല്ല അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, നിങ്ങളായിട്ട് നിങ്ങളുടെ കുഴി വെട്ടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻറ്റ് കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.